Hello students, now we are going to complete the proof of our theorem 5, which is the necessary and sufficient condition. It can be stated as a necessary and sufficient condition for cluster point of a net. In the last class we have proved that if there exists a subnet of S which converges to x element of x, then x is a cluster point of S. Now here we assume that x is a cluster point of S. Let x be a cluster point of S. Then we have to prove that there exists a subnet of S which converges to x element of x. This cluster point x like converge in a subnet on the and the prove. Net subnet is net. Net is directed set. We have to give the subnet. This is the subnet. Subnet is directed set. Subnet define ചെയ്യാൻ function images വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മൾ ആദ്യമേ സബ്നെറ്റ് ടി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഡയറക്റ്റഡ് സെറ്റിലേക്ക് ആലോചിക്കുകയാണ്. ഡയറക്റ്റഡ് സെറ്റ് ആയില്ല, ആലോചിക്കുകയാണ്. എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എസ്. ഫസ്റ്റ് വി കൺസിഡർ ദ നെയ്ബർഹുഡ് സിസ്റ്റം ഈറ്റ എക്സ്. Neighborhood system at x. X is a cluster point. That's a point. Neighborhood system eta x ആണ് നമ്മൾ ആദ്യം പരിഗണിക്കുന്നത്. Then we consider a set which is defined to be the collection of all eta x നെ അല്ല eta x ഉം കൂടെ ചേർത്ത് നമ്മളൊരു പുതിയ സെറ്റ് ഉണ്ടാക്കുകയാണ്. Collection of all ordered pairs nu such that nu nu element of d cross eta x. nu എവിടുന്നാ വരുന്നതെന്ന് പറയണ്ടേ? nu element of s from d to x net ഉണ്ട്. അപ്പോൾ d is a directed set. Then d cross u neighborhood of x. eta x ലെ remember nu element of d cross eta x. അത് വെറുതെ അല്ല such that n ഡിയിലെ ആകുമ്പം എസ് എൻ നമുക്ക് കണ്ടുപിടിക്കാം. എസ് എൻ എക്സിലെ ഒരു പോയിന്റ് ആണ്. എക്സിലെ ഒരു പോയിന്റ് ആണെങ്കിൽ ക്യാപിറ്റൽ എക്സിലെ ഒരു പോയിന്റ് ആണ്. അത് ഈറ്റ എക്സിലെ ആ പോയിന്റ് ഈറ്റ എക്സിലെ ഒരു മെമ്പറിൽ ഉണ്ടാവുമോ ഉണ്ടാകാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ എസ് എൻ എലമെന്റ് ഓഫ് യു ആണെങ്കിൽ ആണെന്നും അല്ലാന്നും വരാം. എസ് എൻ എലമെന്റ് ഓഫ് യു ആണെങ്കിൽ അങ്ങനത്തെ ഓർഡേഡ് പെയർ എൻ യു നമ്മൾ പരിഗണിക്കും. നമ്മൾ എസ് എൻ കണ്ടുപിടിച്ചു, അത് യുവിലില്ലാത്തൊരു യു ആണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ഇറ്റ എക്സിലെ ഒരു മെമ്പറിൽ എസ് എൻ ഇല്ലെങ്കിൽ അതിനെ നമുക്ക് ഇവിടുത്തെ മെമ്പറായിട്ട് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന സ്ഥലത്തെ മെമ്പറായിട്ട് എടുക്കാൻ സാധ്യതയില്ല. സോ കളക്ഷൻ ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് എൻ യു വേർ എൻ എലമെന്റ് ഓഫ് ഡി യു എലമെന്റ് ഓഫ് ഈറ്റ എക്സ് സച്ച് ദാറ്റ് എസ് എൻ എലമെന്റ് ഓഫ് യു ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എൻ യുവിനെ മാത്രം നമ്മളിങ്ങനെ എടുക്കുന്നു. ദിസ് ഈസ് ദ സെറ്റ് വി ആർ ഗോയിങ് ടു ഡയറക്റ്റഡ് സെറ്റ് വി ആർ ഗോയിങ് ടു യൂസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ സബ്നെറ്റ്. ഇത് ഡയറക്റ്റഡ് സെറ്റാണ് എന്ന് പ്രൂവ് ചെയ്ത് തരണമെങ്കിൽ തരാം. പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ നെയ്ബർഹുഡ് സിസ്റ്റം ഡയറക്റ്റഡ് ഈ റിലേഷൻ നെയ്ബർഹുഡ് സിസ്റ്റത്തിൽ സബ്സെറ്റ് എന്നുള്ള റിലേഷൻ നെയ്ബർഹുഡ് സിസ്റ്റം സെറ്റുകളുടെ കളക്ഷനാണ്. അപ്പോൾ സബ്സെറ്റ് കൂടെ അവിടെ ഒരു ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യുമെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെയുള്ളൂ ഇവിടെ. അതിന് എങ്ങനെയാണ് ഡയറക്ഷൻ നമുക്ക് പറയാം. എൻ യുവും വേറൊരു മെമ്പർ ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ ഡയറക്റ്റഡ് സെറ്റിലെ ഒരു പോയിന്റ് എമ്മും നെയ്ബർഹുഡ് സിസ്റ്റം അറ്റ് എക്സിലെ ഒരു സെറ്റ് വിയും എടുക്കുകയാണ്. എൻ യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം വി എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്താ വേണ്ടേ? എൻ യു എമ്മും ഡയറക്റ്റഡ് സെറ്റ് ഡിയിലെ മെമ്പേഴ്സാണ്. അവിടുത്തെ ഡയറക്ഷൻ ഉണ്ട് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം. പിന്നെ യുവും വിയും നെയ്ബർഹുഡ് സിസ്റ്റത്തിലെ മെമ്പേഴ്സാണ്. യു സബ്സെറ്റ് ഓഫ് വി ആകുമ്പോഴാണ് നമ്മൾ എൻ യു ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് എൻ യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം വി എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഈ റിലേഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇപ്പം ഇങ്ങനെ എൻ യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം വി ഡിയിലൊരു ഡയറക്ഷൻ ഉണ്ട്. അതുകൂടാതെ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ഡിഫൈൻ ചെയ്യുന്ന ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ എന്ന് പറയുന്ന ഈ സെറ്റിനെ ഡയറക്റ്റ് ചെയ്യും. അല്ല ഡയറക്റ്റഡ് സെറ്റിൻ്റെ കണ്ടീഷൻസ് മൂന്നും ഈ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നെയ്ബർഹുഡ് സിസ്റ്റത്തിൻ്റെയും മറ്റേത് ഡയറക്റ്റഡ് സെറ്റാണ്. അത് പ്രൂവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ഞാനതും പ്രൂവ് ചെയ്ത് തരാം. ഈ ഈസ് എ ഡയറക്റ്റഡ് സെറ്റ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ഈസ് എ ഡയറക്റ്റഡ് സെറ്റ്.
ഡയറക്റ്റഡ് സെറ്റിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് നെറ്റ്. അപ്പോൾ നമ്മൾ ടി ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ടി ഫ്രം ഇ ടു എക്സ്, ടി ഫ്രം ഇ ടു എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. വി ഡിഫൈൻ ടി ഫ്രം ഇ ടു എക്സ്. അപ്പോൾ എങ്ങനെയാണ് ടി അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയണം. ബൈ ടി ഓഫ് ഇയിലെ ഒരു പോയിന്റിനാണ്, എൻ യു ആണ് ഇയിലെ ഒരു ജനറൽ പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതിയേക്കുന്നത്. ടി ഓഫ് എൻ യു, ടി ഓഫ് എൻ യു കണ്ടപ്പോൾ കണ്ടില്ലേ ഇവിടെ ഒരു എസ് എൻ അതുമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് ടി ഓഫ് എൻ യു ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എസ് എൻ ആണ്. ടി ഓഫ് എൻ യു ഈക്വൽ ടു, കയ്യിലുള്ളതിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, എസ് ഫ്രം ഡി ടു എക്സ് നെറ്റ് ഹാവിങ് ക്ലസ്റ്റർ പോയിന്റ് എക്സ്, അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചേ നമുക്ക് പറ്റത്തുള്ളൂ. ടി ഓഫ് എൻ യു എസ് എൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഫോർ എൻ യു എലമെന്റ് ഓഫ് ഇയിലെ പോയിന്റ് എടുക്കുന്നു. ഫോർ ഓൾ എൻ യു എലമെന്റ്, എൻ യു എന്ന് ആരും എടുത്താലും ടി ഓഫ് എൻ യു എസ് എൻ എന്നാണ് ഡിഫൈൻ ചെയ്തത്. എം വി എടുത്താൽ അതിനനുസരിച്ച് ടി ഓഫ് എം വി നമ്മൾ ഡിഫൈൻ ചെയ്യണം. എസ് എൻ എലമെന്റ് ഓഫ് വി ആയിരിക്കും എം വി എടുക്കുമ്പം, അല്ല എസ് എം എലമെന്റ് ഓഫ് വി ആയിരിക്കും, ആ എസ് എമ്മിനെയാണ് അപ്പോൾ നമ്മൾ എടുക്കുക. അപ്പോൾ ഇന്ന് എടുക്കുന്ന മെമ്പർ അനുസരിച്ച് നമുക്ക് ടി ഓഫ് എൻ യുവിനെ എസ് എൻ എന്ന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ, ഇപ്പോൾ ഇതൊരു ഡയറക്റ്റഡ് സെറ്റിൽ ഡിഫൈൻ ചെയ്തതായതുകൊണ്ട് ഇതൊരു നെറ്റാണ്. മോറോവർ വി ക്യാൻ പ്രൂവ് ദാറ്റ് ദിസ് ഈസ് എ സബ്നെറ്റ് ഓഫ് എസ്. ഇത് എസിൻ്റെ ഒരു സബ്നെറ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സബ്നെറ്റിന് രണ്ട് കണ്ടീഷൻ വേണം, അതിലും പ്രധാനമായിട്ടൊരു ഫംഗ്ഷൻ വേണം. എൻ ഫ്രം ഇ ടു ഡി സബ്നെറ്റ് ആണെന്ന് പറയാൻ പോകുന്നത് ഈ ടി ആണ്. എസ് ഫ്രം ഡി ടു എക്സിൻ്റെ സബ്നെറ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിൻ ഇയിൽ നിന്ന് എസിൻ്റെ ഡൊമെയിൻ ഡിയിലേക്ക് നമുക്കൊരു ഫംഗ്ഷൻ സബ്നെറ്റിൻ്റെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ ഉണ്ടാവണം. ആ ഫംഗ്ഷൻ ഇതാണ്, എൻ ഫ്രം ഇ ടു ഡി ഇഫ് വി ഡിഫൈൻ ഇയിലെ പോയിന്റ് എൻ യു എന്നാണ്. എൻ ഓഫ് എൻ യു ഈക്വൽ ടു, അതിൽ സെറ്റിന് റോളൊന്നും ഇല്ല, ഡിയിലെ ഒരു പോയിന്റ് കിട്ടണം. എൻ ഓഫ് എൻ യു ഈക്വൽ ടു എൻ എന്ന് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ഫംഗ്ഷൻ എൻ ഉപയോഗിച്ച് ടി ഈസ് സബ്നെറ്റ് ഓഫ് എസ് എന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതും കണ്ടീഷൻസ് വെറുതെ എഴുതേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് അത് ഇപ്പോൾ ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ വീണ്ടും പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്തത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഒരു ഡയറക്റ്റഡ് സെറ്റാണ് എന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ട് ടി ഫ്രം ഇ ടു എക്സ് ഒരു നെറ്റാണ്. ഡിഫൈൻ ചെയ്യുന്നത് ടി ഓഫ് എൻ യു ഈക്വൽ ടു എസ് എൻ ആണ്. ടി ഓഫ് എൻ യു പറയുമ്പം ഇയിലെ എൻ യു എടുക്കുമ്പോൾ എസ് എൻ എലമെന്റ് ഓഫ് യു ആണ്. ആ എസ് എൻ ആണ് നമ്മൾ ഇമേജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ എഴുതുമ്പോൾ എൻ ഓഫ് എൻ യു ഈക്വൽ ടു എൻ എന്ന് ഉപയോഗിച്ചാൽ നമുക്ക് സബ്നെറ്റിൻ്റെ കണ്ടീഷൻസ് രണ്ടും വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ടി ഈസ് നെറ്റ് എന്നല്ല, ടി ഈസ് എ സബ്നെറ്റ് ഓഫ് എസ് എന്നുകൂടി നമുക്ക് നെറ്റുണ്ട്. അതുകൂടാതെ ടി ഈസ് എ സബ്നെറ്റ് ഓഫ് എസ് എന്നുകൂടി നമുക്ക് കിട്ടും. നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് there is a subnet of S which converges to x element of x. അപ്പോൾ ഈ സബ്നെറ്റ് ടി എക്സ് എലമെന്റ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യും എന്നുകൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നെയ്ബർഹുഡ് എടുക്കാം. ലെറ്റ് ജി ബി എ നെയ്ബർഹുഡ് ഓഫ് എക്സ്. എക്സിലേക്ക് കൺവേർജ് ചെയ്യും എന്ന് പ്രൂവ് ചെയ്യാൻ എക്സിൻ്റെ ഒരു നെയ്ബർഹുഡ് ജി ഞാൻ എടുക്കും. ജി ബി എ നെയ്ബർഹുഡ് ഓഫ് എക്സ്. എക്സ് എസിൻ്റെ ഒരു ക്ലസ്റ്റർ പോയിന്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സ് ഈസ് എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എസ്. സോ എസ് ഈസ് ഫ്രീക്വൻ്റ്ലി ഇൻ ജി. ക്ലസ്റ്റർ പോയിന്റിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ഈസ് ഫ്രീക്വൻ്റ്ലി ഇൻ ജി എന്ന് പറഞ്ഞാൽ ഒരു എസ് എൻ എലമെന്റ് ഓഫ് ജി ഉണ്ടാവും എന്ന് നമുക്കറിയാം. സോ ഫിക്സ് എൻ എലമെന്റ് ഓഫ് ഡി, എവിടെയെങ്കിലും എസ് എൻ എലമെന്റ് ഓഫ് ജി ഉണ്ട്. സോ ഫിക്സ് എൻ എലമെന്റ് ഓഫ് ഡി സച്ച് ദാറ്റ് എസ് എൻ എലമെന്റ് ഓഫ് ജി, എസ് എൻ ജിയിലാകുന്ന ഒരു എന്നിനെ ഡിയിൽ നിന്ന് ഫിക്സ് ചെയ്യുക. എസ് എൻ എലമെന്റ് ഓഫ് യു ആണെങ്കിൽ എൻ യു ഇയിലുണ്ട്. അപ്പോൾ എസ് എൻ എലമെന്റ് ഓഫ് ജി ആയതുകൊണ്ട് ജി ഇസ് എ നെയ്ബർഹുഡ് ഓഫ് എക്സ്. എസ് എൻ എലമെന്റ് ഓഫ് ജിയും കൂടെ ആണെങ്കിൽ ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ എസ് എൻ എലമെന്റ് ഓഫ് ജി കറസ്പോണ്ടിങ് ഓർഡേർഡ് പെയർ എൻ ജി ഈസ് എ മെമ്പർ ഓഫ് ഇ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എന്നിനെ എസ് എൻ എലമെന്റ് ഓഫ് ജി ആവുന്ന തരത്തിൽ ഫിക്സ് ചെയ്താൽ എൻ ജി ഇയിലെ മെമ്പറാണ് എന്ന് നമുക്ക് കിട്ടും. ഇനി ഇയിലെ വേറൊരു മെമ്പർ എം യു എൻ ജിയേക്കാളും വലുതായിട്ട് എടുക്കാം. ലെറ്റ്
mu element of E such that mu ഈ ഡയറക്റ്റഡ് സെറ്റിലെ ഇതിനെ ഒരു ഫിക്സഡ് സ്റ്റേജിനേക്കാളും വലുത്. അതാണ് നമുക്ക് കൺവേർജൻസിന് വേണ്ടി പ്രൂവ് ചെയ്യേണ്ടത്. ടി ഫ്രം ഇ ടു എക്സ് ആണ് നമുക്കിപ്പോൾ കൺവേർജൻസ് പ്രൂവ് ചെയ്യേണ്ട നെറ്റ്. എക്സിലേക്ക് കൺവേർജ് ചെയ്യും എന്ന് പറയാൻ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നെയ്ബർഹുഡ് എടുത്തു, എക്സിൻ്റെ ഒരു നെയ്ബർഹുഡ് എടുത്തു. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ, ഇയിലെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ എടുത്ത സ്റ്റേജാണ് എൻ ജി. പഴയ എന്നു എന്നും പറയുന്ന പോലെയല്ല, ഇ ഈസ് എ കളക്ഷൻ ഓഫ് ഓർഡേഡ് ബൈസ് എൻ യു, ഇതുപോലത്തെയാണ്. അപ്പോൾ ഇയിലെ ഒരു സ്റ്റേജ് നമ്മൾ ഫിക്സ് ചെയ്തു എൻ ജി. അതിനേക്കാൾ വലിയ എം യു, ഇപ്പോൾ നമ്മുടെ ഡയറക്റ്റഡ് സെറ്റ് ഇ ആണ്. അവിടുത്തെ ഒരു സ്റ്റേജിനേക്കാൾ വലിയ പോയിന്റ്സ് നോക്കുമ്പോഴൊക്കെ എം യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ജി എടുക്കുമ്പോഴൊക്കെയും നമുക്കെന്താ ടി ഓഫ് എം യു കണ്ടുപിടിച്ച് അവിടെ ഉണ്ട്, ജിയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ടി ഓഫ് എം യു എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി ഓഫ് എം യു, ടി ഓഫ് എൻ യു ഈക്വൽ ടു എസ് എൻ. അപ്പോൾ ടി ഓഫ് എം യു ഈക്വൽ ടു എസ് എം ആയിരിക്കും. എം യു ഇയിൽ നിന്നെടുത്തതാണെങ്കിൽ, എം യു ഇയിൽ നിന്നെടുത്തതാണെങ്കിൽ എസ് എം യുവിലായിരിക്കും. സോ ടി ഓഫ് എം യു ഈക്വൽ ടു എസ് എം എലമെന്റ് ഓഫ് യു. ആൻഡ് എം യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ജി, നമ്മുടെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? ആദ്യത്തെ രണ്ടെണ്ണം ഡയറക്റ്റഡ് സെറ്റിലെ മെമ്പേഴ്സാണ്. പിന്നെ യുവും ജിയും നെയ്ബർഹുഡ് സിസ്റ്റത്തിലെ മെമ്പേഴ്സാണ്. അവർ സബ്സെറ്റ് ആവണമെന്നാണ്. യു ഈസ് എ സബ്സെറ്റ് ഓഫ് ജി. എം യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ജി ഇംപ്ലൈസ്, അതാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. അപ്പോൾ എം യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ജി ആയതുകൊണ്ട് തന്നെ നമുക്ക് എസ് എം എലമെന്റ് ഓഫ് യു കിട്ടിക്കഴിഞ്ഞാൽ യു ഈസ് എ സബ്സെറ്റ് ഓഫ് ജി എന്ന് എഴുതാം. സോ ഇഫ് ജി ഈസ് എനി നെയ്ബർഹുഡ് ഓഫ് എക്സ് where x is a fixed stage Ng of the directed set E in which the net T is defined, T from E to X. അപ്പോൾ ടിയുടെ ഡയറക്റ്റഡ് സെറ്റ് ഇയിൽ ഒരു ഫിക്സഡ് സ്റ്റേജ് എൻ ജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അതിനേക്കാൾ വലിയ എം യു ഏതെടുത്താലും ടിയുടെ കൺവേർജൻസ് ആണ് ടി വെച്ചുള്ള ഇമേജ്. ടി ഓഫ് എം യു എലമെന്റ് ഓഫ് ജി ഓപ്പൺ സെറ്റിലെടുത്താൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവനും ആ നെയ്ബർഹുഡ് അല്ലെങ്കിൽ ഓപ്പൺ സെറ്റ് ഓഫ് നെയ്ബർഹുഡ് നമ്മളിപ്പോൾ പറയുന്നത് നെയ്ബർഹുഡ് ഓഫ് എക്സിൽ, ആ അടുത്ത നെയ്ബർഹുഡ് ഓഫ് എക്സിൽ ടി ഓഫ് എം യു എല്ലാം ഉണ്ട്. ഫിക്സഡ് എൻ ജി ആണ്. ഇപ്പോൾ ഡയറക്റ്റഡ് സെറ്റിൻ്റെ നേച്ചർ നിങ്ങൾ നോക്കിക്കോണേ. എം എൻ പി എന്നൊക്കെ എഴുതുന്നതല്ല ഇവിടുത്തെ ഡയറക്റ്റഡ് സെറ്റിലെ മെമ്പേഴ്സ്. എൻ യു എം വി ഇതേപോലത്തെയാണ് ഈ ഡയറക്റ്റഡ് സെറ്റിലെ മെമ്പേഴ്സ്. ഇവിടുത്തെ ഒരു സ്റ്റേജ് എൻ ജി, അതിനേക്കാളും വലിയ എം യു ഏതെടുത്താലും ടി ആണ് നെറ്റ്. ടി വെച്ചുള്ള ഇമേജ് ടി ഓഫ് എം യു എലമെന്റ് ഓഫ് ജി എന്ന് നമുക്ക് കിട്ടി. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവനും അങ്ങോട്ടാണ്. സോ ഇറ്റ് ഈസ് കൺവേർജൻസ് ഓഫ് നെറ്റ് ടി. ടി കൺവേർജസ് ടു എക്സ്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ നെറ്റ് ടി കൺവേർജസ് ടു എക്സ്. അങ്ങനെയാണ് ടി കൺവേർജസ് ടു എക്സ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക. അപ്പോൾ ദെയർ എക്സ് ഇസ് എ സബ്നെറ്റ് വിച്ച് കൺവേർജസ് ടു എക്സ് എന്നായി. ഇതിനിടയിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു സെറ്റ് ഡയറക്റ്റഡ് സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനുണ്ട്. ഇ ഈക്വൽ ടു ദിസ് വൺ ഈസ് എ ഡയറക്റ്റഡ് സെറ്റ്. ഡയറക്റ്റഡ് സെറ്റിൻ്റെ 3 കണ്ടീഷൻസ് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ സബ്നെറ്റ് ടി ഫ്രം ഇ ടു എക്സ് ടി ഓഫ് എൻ യു ഈക്വൽ ടു എസ് എൻ ഫോർ എൻ യു എലമെന്റ് ഓഫ് ഇ എന്ന് പറയുമ്പം ഇതൊരു സബ്നെറ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കണം. സബ്നെറ്റിനൊരു ഫംഗ്ഷൻ വേണമല്ലോ. എൻ ഫ്രം ഇ ടു ഡി സച്ച് ദാറ്റ് എൻ ഓഫ് എൻ യു ഈക്വൽ ടു എൻ. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ടി ഈക്വൽ ടു എസ് കോമ്പോസിഷൻ എന്നും രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഫോർ ഓൾ എൻ എലമെന്റ് ഓഫ് ഡി there exists p element of E such that for all m greater than or equal to p, n of m greater than or equal to the given member n of d. അങ്ങനെ രണ്ട് കണ്ടീഷനും സബ്നെറ്റിന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ എക്സാമിന് എഴുതുമ്പം പ്രൂഫ് ഇല്ലാതെ നിങ്ങളങ്ങ് പറഞ്ഞു പോയാലും കുഴപ്പമില്ല, മാർക്കനുസരിച്ചൊക്കെ ശ്രദ്ധിക്കുക. അപ്പം അതിൻ്റെ പ്രൂഫ് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. നിങ്ങൾ ട്രൈ ചെയ്യുന്ന വളരെ കുറച്ച് സമയം മതി, ട്രൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ നോക്കാം. ഇതാണ് ക്ലസ്റ്റർ പോയിന്റിനുള്ള ഒരു നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഇൻ ടേംസ് ഓഫ് സബ്നെറ്റ്സ്. സബ്നെറ്റിന്റെ ടേംസിൽ ക്ലസ്റ്റർ പോയിന്റ് അങ്ങനെ വേണം ചോദിക്കാം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ എ ക്ലസ്റ്റർ പോയിന്റ് ഇൻ ടേംസ് ഓഫ് സബ്നെറ്റ് എന്ന് വരുമോ തരാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അതുകൊണ്ട് അത് സ്റ്റേറ്റ്മെന്റ് കാണാതെ പഠിച്ച് തന്നെ സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ തന്നാലും ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കുക. ഓക്കെ, താങ്ക് യു.